ഇവിടെ ഓരോ സൃഷ്ടികൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട്. ഇത് കലാപരമായിട്ട് സൃഷ്ടിച്ചതാണ്. കലാകാരന്മാരുടെ മനസ്സിൽ എപ്പോഴും ഈശ്വരൻ കുടിയിരിക്കുന്നുണ്ട്. ഭഗവാൻ ചെയ്ത ഓരോ കാര്യങ്ങളും ശില്പമായി പ്രതിഫലിക്കുന്നു ഈ ചുറ്റമ്പലത്തിൽ. നിരീശ്വരവാദികൾ പലതും പറയും. പക്ഷേ മനുഷ്യനായി ജീവിച്ച ആരും ഒരിക്കലെങ്കിലും എൻ്റെ ഈശ്വര എന്ന് വിളിക്കാതിരിക്കില്ല. അത് അവനവൻ്റെ അനുഭവത്തിലൂടെ വരുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക. ഒരു കള്ളനായാലും അവൻ പ്രാർത്ഥിക്കും രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ, ഭഗവാനെ ഇന്ന് നല്ല സ്വർണം കിട്ടണേ, അല്ലെങ്കിൽ നല്ല കാശ് കിട്ടണേ. പക്ഷേ ഈ സ്വർണം പോയ വ്യക്തി എന്തു പറയും? ഭഗവാനെ എൻ്റെ സ്വർണം എടുത്ത വ്യക്തി മുടിഞ്ഞു പോട്ടെ എന്ന്. കണ്ടെന്നിരിക്കും ജനങ്ങളെ തണ്ടിലേറ്റി നടക്കുന്നതും ഭവാൻ. മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റിയിടുന്നതും ഭവാൻ.